ഇന്ന് ചേമ്പ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഒരു മീൻ വറുത്തതൊക്കെ കഴിക്കുന്ന ഫീലിലേക്കൊക്കെ ഇതിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം ഞാനിവിടെ ചേമ്പ് മണ്ണൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ടത് കുക്കറിലേക്ക് മാറ്റിയിട്ട് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മുതൽ 3 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത്. ചേമ്പിന് ഓരോ സീസണിലും ഓരോ വേവായിരിക്കില്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ട് എത്ര വേവ് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. ഇനി വേവിച്ചെടുത്ത ചേമ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആറാൻ വെക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ തോല് ഉരിച്ചെടുക്കണം. ഒരുപാട് ആറണമെന്നില്ല, ഒരു ചെറു ചൂടോടെ ഉരിക്കുകയാണെങ്കിൽ തോല് പെട്ടെന്ന് വിട്ട് കിട്ടും. അങ്ങനെ ഞാൻ എല്ലാ ചേമ്പിൻ്റെയും തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കഷ്ണങ്ങളായി ഒന്ന് മുറിക്കണം. അതിനായി 1/4 ഇഞ്ച് കനത്തിൽ നീളത്തിലാണ് ഞാൻ മുറിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിൽ മുറിക്കാം, പക്ഷെ ഒരുപാട് തിന്നാവരുത്. ഇപ്പം ഞാൻ മുറിച്ച ആ ഒരു പാകം ഉണ്ടല്ലോ, അതേ പാകത്തിൽ മുറിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായി അരച്ചെടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി കുറച്ച് പൊടികളാണ് ആവശ്യമായിട്ടുള്ളത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ്, ഉപ്പ്, ജീരകം ഇത്രയും ചേർത്തിട്ട് മോര് വെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. മോര് വെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് ഉണ്ടാവും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കാവരുത് പേസ്റ്റ്, അതുപോലെ ലൂസായി കഴിഞ്ഞാലും ചേമ്പിലേക്ക് മസാല പിടിക്കാൻ കഷ്ടമാവും. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ പാകം. ഇനി ഈ ചേമ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ചേമ്പും കഷ്ണങ്ങളെല്ലാം മസാലയിൽ കോട്ട് ചെയ്തിട്ട് കല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചേമ്പെല്ലാം കല്ലിലായി. ഞാനിനി അവിടെ പച്ചക്കറിവേപ്പില വെച്ച് കൊടുക്കുകയാണ്. അത് ഈ എണ്ണയുടെ കൂടെ കടന്നിങ്ങനെ ഫ്രൈ ആവുമ്പോൾ ചേമ്പിന് നല്ലൊരു സ്വാദ് ഉണ്ടാവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 6 മുതൽ 7 മിനിറ്റ് വരെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടും ചെയ്യാം, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മസാല മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും. ചേമ്പിൻ്റെ ഉള്ളിലേക്കൊന്നും ഈ മസാല ഇറങ്ങിയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയായിരിക്കും നല്ലത് കേട്ടോ. എണ്ണ കുറവായി തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേമ്പിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും അതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 6 മുതൽ 7 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പിൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കണം. പിന്നെ എന്നും പറയണ പോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.